Hello friends, Sonal Sajith YouTube channel. Welcome. My name is Sonal Sajith. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു യോയോ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ യോയോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ നെയിം ആയിരിക്കും കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു യോയോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇതിന് വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു യോയോ ആക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് നമുക്ക് വേണം. അപ്പോൾ കോമ്പസിൽ ഒരു 3.5 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം നമുക്ക് 4 സർക്കിൾ അങ്ങ് വരച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 4 സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ 2 സർക്കിൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കോമ്പസിൽ ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ 2 സർക്കിളിലും വേറൊരു സർക്കിളും കൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലസ് പോലെ 2 ലൈൻസ് അങ്ങ് വരച്ചു കൊടുക്കുക. ഒന്ന് താഴേക്കും ഒന്ന് സൈഡിലേക്കും ആയിട്ട് ഇതേപോലെ 2 ലൈൻസ് വരച്ചു കൊടുക്കുക. അതേപോലെ ഇതിനും വരക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബോൾട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോൾട്ട് ഈ പോയിൻ്റിൻ്റെ കറക്റ്റ് ഇതിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. 4 വെച്ച് കൊടുക്കണം ഒരു സർക്കിളിൽ. അപ്പോൾ ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഫ്ലക്സ് ക്വിക്കോ വെച്ച് നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പേ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒട്ടിക്കുന്ന ഭാഗം നല്ല ഫ്ലാറ്റാണെന്ന് നോക്കണം. ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു സാൻഡ് പേപ്പർ ആയിട്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഫ്ലാറ്റ് ആക്കി എടുക്കണം. അതിന് ശേഷം മാത്രം ഒട്ടിക്കുക. ഇതിപ്പോൾ ഫ്ലാറ്റാണ്, കറക്റ്റ് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 സർക്കിളിലും ബോൾട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു പെന്നാണ്. അതിൽ നിന്ന് നമുക്കൊരു 1.5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ സ്മൂത്ത് ചെയ്തു, ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നേരത്തെ മാറ്റി വെച്ച 2 സർക്കിളിൻ്റെ നടുക്കായിട്ട് മിഡ് പോയിൻറ്റിലായിട്ട് ഈ ഒരു പെന്നിൻ്റെ ഈ ഒരു ഭാഗം വെച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു സർക്കിൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ രണ്ടാമത്തെ സർക്കിളിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സർക്കിളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു കത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. അതായത് ഇങ്ങനെ സർക്കിൾ വരച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ നമ്മളൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 സർക്കിളിൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു പെന്ന് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഗ്ലൂ വെച്ചിട്ട് ഇത് നന്നായി ഒട്ടിക്കുക ഇതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റേലും ഇതേപോലെ ജോയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഫെവിക്വിക്ക് ആക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 സർക്കിൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നേരത്തെ ബോൾട്ട് ഒട്ടിച്ച ഈ ഒരു സർക്കിൾ നമ്മളിങ്ങനെ വെച്ച് ഒട്ടിക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇതേപോലെ വേണം നമ്മൾ ഒട്ടിക്കാൻ. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ ഈ ഫെവിക്വിക്ക് കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഡെക്കറേഷനാണ്. അപ്പോൾ ഡെക്കറേഷൻ കമ്പൽസറി അല്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ 2 സൈഡിലായിട്ട് വെച്ച് ഒട്ടിക്കും. അതേപോലെ തന്നെ ഞാൻ വേറൊരു ചാർട്ട് പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ മൊത്തം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പോളിസ്റ്റർ ത്രെഡാണ്. ഇനി നമുക്ക് ഇതിലൊരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കട്ടിയതിന് ശേഷം ഇതിൻ്റെ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇത് നമുക്കൊരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കിത് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അറ്റത്ത് വിരലിടാൻ വേണ്ടിയിട്ട് ഒരു ഇത് കട്ടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ മൊത്തം കംപ്ലീറ്റ് ആയി. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.